ഹലോ സ്റ്റുഡൻസ്, ഇജു പ്ലസിൻ്റെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ മലയാളത്തിൻ്റെ റിവിഷൻ സെഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മലയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി സബ്ജക്റ്റ് പോലെയല്ല, നമ്മുടെ മാതൃഭാഷയാണ് വരുന്നത്. നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് മലയാളം. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് വായിക്കുന്നത്. ഒരു സ്റ്റുഡൻറ്റിന് ഈ ഒരു മലയാളത്തിലുള്ള സിലബസിൻ്റെ കഥയോ കവിതയോ ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 50% മോർ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ പഠിക്കണം, മലയാളം എങ്ങനെ നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപേ മറ്റുള്ള സബ്ജക്റ്റ് പോലെ മുൻപേ പഠിക്കേണ്ട ആവശ്യമില്ല. മലയാളം നിങ്ങൾ ഫൈനൽ എക്സാം വരുന്നത് ഇപ്പം 2 ഡേ മുൻപേ, ഫൈനൽ എക്സാമിൻ്റെ 2 ഡേ മുൻപ് മാത്രം നിങ്ങൾ ആ ഒരു മലയാളം ശ്രദ്ധിച്ചാലും മതി. ഓക്കെ, അപ്പോൾ അത്രയും നല്ല രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും മലയാളം. ഒരു നിങ്ങൾ വായിക്കുന്ന കഥയായാലും കവിതയിൽ നോക്കേണ്ടത് അതിൻ്റെ ഓരോ ലൈൻസും നോക്കണം കേട്ടോ. എന്തൊക്കെയാണ് ആ കവിതയിൽ പറയുന്നത്, കവിതയുടെ അർത്ഥം നോക്കണം. കഥ നമുക്ക് നോർമലി ഒരു കഥ വായിച്ചു കഴിഞ്ഞാൽ നമ്മളത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കും അല്ലേ. കവിതയിലാണ് കുറച്ച് ബുദ്ധിമുട്ട് നേരിടേണ്ടത്, അപ്പം കുറച്ച് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് കഥ നമുക്ക് അതിൽ ലയിച്ച് വായിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഈ ഒരു കഥ 2 ഡേ മുൻപ് വായിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മൾ നോർമലി പറയാം, നമുക്ക് നെക്സ്റ്റ് ഡേ തന്നെ അതൊന്ന് വോമിറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അതേപോലെ തന്നെ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് മലയാളം 2 ഡേ മുൻപ് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത്. ഇൻ കേസ് 2 ഡേ മുൻപേ പഠിച്ചിട്ട് എഴുതാൻ പറ്റാത്ത അവരുണ്ടാവും. എല്ലാവരും ഒരേ ക്യാപ്പബിലിറ്റി ഉള്ളവരായിരിക്കില്ല, മെമ്മറി കപ്പാസിറ്റി ഉള്ളവരായിരിക്കില്ല. അങ്ങനെയുള്ളവർ ഒരാഴ്ച മുന്നേ പഠിക്കാം. ഓക്കെ, അപ്പം പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നവർ 2 ഡേ മുന്നേ മാത്രം നോക്കിയാൽ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് മലയാളം. ഓക്കെ, ഇതിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് അവർ നമുക്ക് തരും. ഓരോ സെഷൻ വൈസ് ആയിട്ടാണ് വരുന്നത്. അതിന്ന് നമുക്ക് ഓപ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ പഠിച്ച ഭാഗത്തല്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്യാമല്ലോ. അത് നമുക്ക് ഇതിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും എങ്ങനെയൊക്കെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന്. അപ്പം ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് വരുന്നത് റോൾ നമ്പർ എഴുതാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ റോൾ നമ്പർ ഉണ്ടാവും, അതിവിടെ എഴുതണം. പിന്നെ നിങ്ങളുടെ കോഡ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു കോഡ് ഉണ്ടാവും. അപ്പം ആ ഒരു കോഡ് നിങ്ങൾ എടുത്തിട്ട് ഇവിടെ എഴുതണം. ഇതൊക്കെ ഇൻവിജിലേറ്റർ നിങ്ങൾക്ക് നിർദ്ദേശം തരുന്നതായിരിക്കും. അപ്പോൾ അവർ പറയുന്നതിനനുസരിച്ച് ചെയ്യാം. പിന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് 11 പ്രിൻറ്റഡ് പേജസ്, അതായത് ഹോൾ ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ ദിസ് ക്വസ്റ്റ്യൻ പേപ്പർ കൺസിസ്റ്റ് ഓഫ് 11 പ്രിൻറ്റഡ് പേജസ്, അത് ഉറപ്പ് വരുത്തണം നിങ്ങൾ. പിന്നെ കുറച്ച് പൊതു നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ വായിച്ച് നോക്കാം. മെയിനായിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ചോദ്യ പേപ്പറിലുള്ള നമ്പർ തന്നെയാണ് കേട്ടോ. നോർമലി നമ്മൾ ബാക്കിയുള്ള സബ്ജക്റ്റിനാണെങ്കിലും ഇതുവരെ കണ്ടുവന്നത് 1, 2, 3 അങ്ങനെ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ഇട്ട് പോകുന്നത്. പക്ഷേ മലയാളത്തിൻ്റെ കേസിൽ ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ 1.2, 1.1 അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ എന്താണോ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് അത് അതേപടി തന്നെ ശ്രദ്ധിച്ചിട്ട് എഴുതാൻ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് പറയാനുള്ളൂ. ഇനി ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, അതിനെങ്ങനെ നിങ്ങൾക്ക് നേരിടാൻ കഴിയുമെന്ന് നോക്കാം. ടോട്ടൽ 100 മാർക്കിനാണ് കേട്ടോ ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് 3 മണിക്കൂർ സമയമുണ്ട്. മലയാളത്തിൻ്റെ കേസിൽ ഞാൻ പറയുന്നു, ഒരു പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അവസാനം വരുന്ന 5 മാർക്കിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് പെട്ടെന്ന് എഴുതിയെടുക്കാൻ നോക്കാം. ഈ ഒരു 3 മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റയർ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. മലയാളത്തിൻ്റെ ചിലവർക്ക് മലയാളത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ട് അതാണ്. ഓക്കെ, അപ്പം മിനിമലായിട്ട് ഈ ഒരു 3 അവേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ എഴുതാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഫസ്റ്റ് പാർട്ടിൽ ഏതെങ്കിലും 20 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ ഏതെങ്കിലും 20 ചോദ്യങ്ങൾക്ക്. അപ്പം ഈ ഒരു ഫസ്റ്റ് സെഷനിൽ നമുക്ക് ടോട്ടൽ വരുന്നത് 30 ക്വസ്റ്റ്യനാണ്. ഇവിടെ നിങ്ങൾ കണ്ടോ, 1.1 സെഷൻ വരുന്നത് 30 ക്വസ്റ്റ്യൻസ് ആണ്. ഇതാ ഇവിടെ വരെ 30 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഒരു 30 ക്വസ്റ്റ്യൻസ് എന്നാണ് നിങ്ങൾ 20 ക്വസ്റ്റ്യൻസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഭാഗത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആ ഒരു ഫസ്റ്റ് സെഷനിലുള്ള 20 മാർക്കും വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഒരു മാർക്കിന് 1 മാർക്ക് എന്ന രീതിയിലാണ്, ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് എന്ന രീതിയിലായിരിക്കും കേട്ടോ മാർക്കിങ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് 20 × 1 20 മാർക്കായിരിക്കും ഫസ്റ്റ് സെഷനിൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വായിക്കാം.
ഞാൻ പറഞ്ഞു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കാറ്. പിന്നെ സബ്ജക്റ്റീവ് ടൈപ്പ് കുറച്ചധികം പാരഗ്രാഫായിട്ട് എഴുതാനുള്ളതിലായിരിക്കും കുറച്ചും കൂടെ നിങ്ങളുടെ ആ ഒരു സാഹിത്യം കലർത്തേണ്ടതായിട്ടുള്ളത്. ബാക്കിയൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പം നിർബന്ധമായിട്ടും പാഠഭാഗങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് മലയാളത്തിൻ്റെ കേസിൽ. കുഞ്ചൻ നമ്പ്യാർ പുരാണ കഥകളെ തുള്ളലിലൂടെ പുനരാവിഷ്കരിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1.1 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എഴുതുമ്പോൾ 1.1 എന്ന് തന്നെ എഴുതണം. ഇനിയിപ്പോൾ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിന് 1 എന്ന് മാത്രമാണെങ്കിൽ 1 എന്ന് എഴുതാം. 1.1 ആണ് എങ്കിൽ 1.1. അത് ക്വസ്റ്റ്യൻ ഏതാണോ അതിൻ്റെ നമ്പറിന് കറക്റ്റായിട്ട് എഴുതണം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? കുഞ്ചൻ നമ്പ്യാർ പുരാണ കഥകളിലെ തുള്ളലിലൂടെ പുനരാവിഷ്കരിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നാണ്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഭക്തിഭാവം വർദ്ധിപ്പിക്കാൻ, ബി രാജാക്കന്മാരെ സ്തുതിക്കാൻ, സി കലകൾ പ്രചരിപ്പിക്കാൻ, ഡി നാട്ടിലെ അരക്ഷിതാവസ്ഥ മറികടക്കാൻ. അപ്പം ഇതിൽ ഭക്തിഭാവം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ളൊരു ചിന്താഗതിക്കാരനല്ല കുഞ്ചൻ നമ്പ്യാർ. പിന്നെ രാജാക്കന്മാരെ അതും സ്തുതിക്കാൻ വേണ്ടിയിട്ടല്ല അല്ലേ. അപ്പം തുള്ളലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷേപഹാസ്യമാണ്. ബാക്കിയുള്ളവരെ ആ ഒരു സദസ്സിന് മുന്നിലുള്ളവരെ ചിരിപ്പിക്കുക, സമകാലീനമായിട്ട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുക എന്നതാണ് തുള്ളൽ എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് 2 ഓപ്ഷൻസും അല്ല. ഇനി കലകളെ പ്രചരിപ്പിക്കാനാണോ എന്നൊരു ഡൗട്ട് തോന്നാം. പക്ഷേ കലകളെ പ്രചരിപ്പിക്കാനല്ല, അത് തെറ്റായിട്ടുള്ള ആവിഷ്കാരമാണ്. ഡി നാട്ടിലെ അരക്ഷിതാവസ്ഥ മറികടക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തുള്ളലിലൂടെ പുരാണ കഥകളെ പുനരാവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാലത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും വരുമാന മാർഗം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം നാട്ടിലെ അരക്ഷിതാവസ്ഥ മറികടക്കാൻ വേണ്ടിയിട്ടായിരുന്നു തുള്ളലിനെ പുനരാവിഷ്കരിച്ചത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1.2 ആഭ്യന്തര വിപ്ലവം തുടങ്ങിക്കഴിഞ്ഞു, ഇനി രക്ഷയില്ല. ശ്രീ ഭഗവതി എന്ന കഥയിൽ ആഭ്യന്തര വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് ശ്രീ ഭഗവതി എന്ന കഥയിൽ വരുന്നതാണ് അല്ലേ, കഥയും കഥാപാത്രവും. അപ്പം ഇതിൽ ശ്രീ ഭഗവതി എന്ന കഥയിൽ ആഭ്യന്തര വിപ്ലവം എന്നതിനെ എന്തുകൊണ്ടാണ് അർത്ഥമാക്കുന്നത്, വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണെന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു കഥ വായിച്ചവർക്ക് അറിയാവുന്നതായിരിക്കും. ആഭ്യന്തര വിപ്ലവം എന്ന് അതിലെ കുടുംബനാഥൻ ഉദ്ദേശിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? കുടുംബ കലഹത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരുന്നത്. ബാക്കിയുള്ളതൊക്കെ മകളുമായിട്ടുള്ള ഷണ്ട, നാട്ടുകാരുമായുള്ള വഴക്ക്, ബന്ധുക്കളുമായുള്ള തർക്കം, ഇതൊന്നും തന്നെയല്ല. അപ്പം എ കുടുംബ കലഹമാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 1.3 ആണ് ക്വസ്റ്റ്യൻ. ഉതുപ്പാൻ്റെ മരണം പ്രകൃതിയിൽ പ്രതിഫലിച്ചതെങ്ങനെ? ഉതുപ്പാൻ്റെ മരണം, അപ്പം ഉതുപ്പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉതുപ്പാൻ്റെ കിണർ എന്ന് പറയുന്ന ഒരു കഥയിൽ നിന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഉതുപ്പാൻ്റെ കിണർ അത് വളരെ മനോഹരമായിട്ടുള്ളൊരു കഥ തന്നെയാണ്. അപ്പം ഇതിൽ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ ആ ഒരു ഉതുപ്പാൻ്റെ മരണം പ്രകൃതിയിൽ എങ്ങനെയാണ് പ്രതിഫലിച്ചതെന്നാണ്. അതിൻ്റെ ലാസ്റ്റ് സെഷനിൽ, കഥയുടെ ലാസ്റ്റ് ഭാഗത്ത് അദ്ദേഹം ആ ഒരു കിണറിൽ ചാടി മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു പ്രകൃതിയിൽ ആ ഒരു സെഷനിലായിട്ട് അവസാന ഭാഗങ്ങളിലായിട്ട് നമ്മുടെ നരേറ്റർ ഇങ്ങനെ പറയുന്നുണ്ട്, ചന്ദ്രൻ്റെ മുഖം വിളറി എന്ന്. അപ്പം അതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പം പ്രകൃതിയിൽ പ്രതിഫലിച്ച ഒരു കാര്യമാണ് അവിടെ ചന്ദ്രൻ്റെ മുഖം വിളറി എന്നതോട് നരേറ്റർ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. .4 എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഇതിനെക്കുറിച്ച് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ പലപ്പോഴായിട്ട് നമ്മൾ കേൾക്കേണ്ടി വന്നിട്ടുള്ളൊരു കാര്യമായിരുന്നു. ആരായിരുന്നു ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇവിടെ മഹാത്മാഗാന്ധി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഈ ഒരു എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ 1.4ൻ്റെ ആൻസർ ഏതാ വരുന്നത്? ഡി ആണ് വരുന്നത്. ഇനി 1.5 ക്വസ്റ്റ്യൻ വരുന്നത്, മകനെ കാണാൻ ആശുപത്രിയിൽ വരരുത് എന്ന ഡോക്ടറുടെ നിർദ്ദേശം
കേട്ട് എന്തും സമ്മതിക്കുന്ന തരത്തിൽ തളർന്നിരുന്നത് ആര്? അപ്പം ഇതേതാണ് പാഠഭാഗം എന്ന് നിങ്ങൾക്കറിയണം. മകനെ കാണാൻ ആശുപത്രിയിൽ വരരുത് എന്ന ഡോക്ടറുടെ നിർദ്ദേശം കേട്ട് എന്തും സമ്മതിക്കുന്ന തരത്തിൽ തളർന്നിരുന്നത് ആര്? അപ്പം ഏതാണ് പാഠഭാഗം എന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് അഥവാ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ ഓപ്ഷൻസ് കൂടെ ഒന്ന് നോക്കാം. അപ്പം ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഹിൻഡ് കിട്ടും. അപ്പം ഈ ഒരു ഓപ്ഷനിൽ ഏറ്റവും കൂടുതലായിട്ട് എന്താണ് പറയുന്ന കാര്യം മനോജിൻ്റെ അച്ഛൻ, മനോജിൻ്റെ മുത്തച്ഛൻ, മനോജിൻ്റെ അമ്മ, മനോജിൻ്റെ അടുത്ത ബന്ധു. അപ്പം മനോജിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പാഠഭാഗം ഏതായിരുന്നു നമ്മളുടെ ബുക്കിലുണ്ടായിരുന്നത്? അതായത് പുകമറയ്ക്കപ്പുറം കാണുന്നത് എന്നാണ് പാഠഭാഗത്തിൻ്റെ പേര് വരുന്നത്. അപ്പം അതിലാണ് ക്യാരക്ടറായിട്ട് മനോജ് വരുന്നത്. മനോജിൻ്റെ അമ്മയെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ ആണെങ്കിൽ വധുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അവർ ലഹരി മരുന്നിന് അടിമയാണല്ലേ ആ ഒരു മനോജ്. അതാണ് അതിൻ്റെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത്. അപ്പം അവിടെ ഒരു ഡോക്ടർ, അതിലൊരു കഥാസന്ദർഭമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മകനെ കാണാൻ ആശുപത്രിയിൽ വരരുതെന്ന് അമ്മയായിട്ടുള്ള ആ ഒരു ഡോക്ടറിനോട് പറയുന്നുണ്ട്. ഏതാണ്? മനോജിനെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ. അപ്പം ആ ഒരു കഥാസന്ദർഭമാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? അതായത് മനോജിൻ്റെ അമ്മയോടാണ് ഡോക്ടർ ഇങ്ങനെ നിർദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഇത് ഏതാണ് കഥ, അല്ലെങ്കിൽ ഇത് ഏത് കവിതയിലാണുള്ളത് എന്നൊക്കെ പെട്ടെന്ന് ഐഡിയ കിട്ടണം, എന്നാൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കഥയും കവിതയും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് 1.6 ആണ് വരുന്നത് ക്വസ്റ്റ്യൻ. കർണപർവം എന്ന കഥയിലെ നായകനായ സെബാസ്റ്റ്യൻ 20 വർഷമായി കൊണ്ടു നടന്നിരുന്ന നാടക സംഘം പിരിച്ചുവിട്ടതെന്തുകൊണ്ട്? അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. കർണപർവം എന്ന. അപ്പം ചില ക്വസ്റ്റ്യൻസിൽ അവർ ഏതാണ് പാഠഭാഗം എന്ന് നമുക്ക് പറഞ്ഞു തരും, ഏതാണ് ചാപ്റ്റർ വരുന്നതിന്. അപ്പോൾ ഇത് കർണപർവം എന്ന കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിലേതാണ്? നമ്മുടെ നായകനാണല്ലേ സെബാസ്റ്റ്യൻ. അദ്ദേഹം 20 വർഷമായിട്ട് ഒരു നാടക സംഘം കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് പിരിച്ചുവിട്ടതെന്ന് ആ ഒരു കർണപർവത്തിൽ ഒരു നടുവിലെ സെക്ഷനൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിനൊരു വാഹനാപകടം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അല്ലെങ്കിൽ ആ ഒരു അപകടത്തിൽ അതിനെ സംഭവിച്ച അപകടത്തെ തുടർന്നിട്ട് അദ്ദേഹത്തിന് എന്താണ് കിടപ്പിലാവേണ്ടി വന്നു. പിന്നെ ഒരു 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം എണീച്ച് നടന്ന് വീണ്ടും ആ ഒരു നാടകത്തിന് വേണ്ടിയിട്ട് വ്യഗ്രത കൂട്ടിയിരുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ വരുന്നത്? ദാറ്റ് ഈസ് നമ്മുടെ ബി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 1.6ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, അവിചാരിതമായി സംഭവിച്ച അപകടത്തെ തുടർന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ പാഠഭാഗം അറിഞ്ഞില്ലെങ്കിൽ പോലും ഓപ്ഷൻ നോക്കാം. ഇനിയിപ്പോൾ അഥവാ അവർ ക്വസ്റ്റ്യനിൽ പാഠഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചാപ്റ്റർ ആലോചിച്ച് വെക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 1.7 മിന്നുമിടുക്കളിൽ ദൃശ്യമാണിപ്പോഴും. അപ്പം ഇവിടെ ചോദിക്കുന്നത് ഉടുക്കളിൽ ദൃശ്യമാകുന്നത് എന്ത് എന്നാണ് കേട്ടോ. നടുക്കത്തെയാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റോമൻ സംസ്കാരം ഉച്ചനില പ്രാപിച്ചത് ആരുടെ കാലത്താണ് എന്നാണ്. അപ്പം റോമൻ സംസ്കാരം ആരുടെ കാലത്താണ് ഉച്ചനില പ്രാപിച്ചത്? അപ്പം ഇത് നമുക്ക് പറയുന്നത് കഥയും കഥാപാത്രവും എന്ന് പറയുന്നതിലാണ്. അതിൽ പറയുന്ന ഒരു സെക്ഷനിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. റോമൻ സംസ്കാരം ഉച്ചനില പ്രാപിച്ചത് അത് വരുന്നത് അഗസ്റ്റസിൻ്റെ ഭാഗത്താണ് കേട്ടോ. അഗസ്റ്റസിൻ്റെ കാലത്താണ് റോമൻ സംസ്കാരം ഉച്ചനില പ്രാപിച്ചത്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഒന്നേ 9 കാളിന്തിയാറ്റിൻ കരയിലെ പച്ച പുൽ തകിടിപ്പുറം എന്ന് അന്നത്തെ പുണ്യം എന്ന കവിതയിൽ കവി വർണ്ണിക്കുന്ന പുണ്യഭൂമിയത്. അപ്പം കാളിന്തിയാറ്റിൻ കരയിലെ പച്ച പുൽ തകിടിപ്പുറം നമ്മൾ ഇതിൻ്റെ കവിതകളുടെ എന്താണ് എക്സ്പ്ലനേഷൻ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതൊന്നും നോക്കേണ്ടതായിട്ടുണ്ട്.
അപ്പം അതിൽ എന്താണ് ഓരോ ലൈൻസിൻ്റെയും എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കവിത മനസ്സിലാക്കിയതാണെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ പുണ്യം എന്ന കഥയിൽ നിന്ന് ചോദിച്ച ഈ ഒരു ക്വസ്റ്റിന് ആൻസർ എഴുതാൻ പറ്റുന്നതായിരിക്കും. നമുക്കതിൻ്റെ ആൻസർ വരുന്നത് വൃന്ദാവനത്തെ കുറിച്ചിട്ടാണ് ഇവിടെ കവി പറയുന്നത് കേട്ടോ. അപ്പോൾ ആൻസർ ബി ആണ് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ 1.10 വിട്ടയക്കുക എന്ന കവിതയിൽ നീലമേലാപ്പു കെട്ടി കാത്തു നിൽക്കുന്നതായി കിളി പറയുന്നത് എന്തിനെയാണ്? നീലമേലാപ്പു കെട്ടി കാത്തു നിൽക്കുന്നതാണ്. അപ്പം ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ അത് ക്ലിയർ ആവും നമുക്ക്. കാനനം, അമ്മ വീട്, വാനിടം, മരച്ചില്ല. അപ്പം ഇവിടെ നീലമേലാപ്പ് കെട്ടി കാത്തു നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം കവിത മനസ്സിലാക്കുക, വിട്ടയക്കുക എന്ന കവിത. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതൊന്ന് ഓപ്റ്റ് ചെയ്യാം. കൂടാതെ ഈ ഒരു ക്വസ്റ്റ്യനിലും ഹിൻഡ് കൊടുത്തിട്ടുണ്ട്, നീലമേലാപ്പ് കെട്ടിയെന്ന് അല്ലേ. അപ്പോൾ നീലമേലാപ്പ് ഈ ഒരു കവിത വായിക്കാത്തവർക്ക് വരെ ഇതിൽ നിന്ന് ആൻസർ ചെയ്യാം. ചില ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്, നമ്മൾ ചിലപ്പം ആ ഒരു കവിത വായിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു കഥ വായിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ നമ്മുടെ ആ ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്കതിനെ ആൻസർ ചെയ്യാൻ പറ്റും. നീലമേലാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മേലാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ മുകളിൽ കിട്ടുന്ന എന്തോ സംഭവം അല്ലേ, അത് നീല കളറിലുള്ളത്. അപ്പം അതിനെ കാത്തു നിൽക്കാന്നാണ്. അപ്പോൾ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ? കാനനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാടാണ് വരുന്നത്. കാനനം എന്താ, പച്ച കളറിലാണ് വരുന്നത്. ഓക്കെ, അതെന്താണ്, റിജക്റ്റഡ് ആണ്. അപ്പോൾ ആ ഓപ്ഷൻ അല്ല. പിന്നെ അമ്മ വീടിനെ ഇങ്ങനെ നീലമേലാപ്പ് എന്ന് പറയേണ്ട ആവശ്യമില്ല, നമുക്കതും റിജക്റ്റഡ് ആണ്. പിന്നെ വാനിടം, മരച്ചില്ല എന്താണ്? മരച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബ്രൗണിഷ് കളർ, അല്ലെങ്കിൽ മരച്ചില്ലയാണ്. അവിടെ മരത്തിൻ്റെ ഗ്രീനിഷ് ആയിട്ടുള്ള ഇലകളും കാര്യങ്ങളൊക്കെ കാണും, അപ്പോൾ അതുമല്ല. ഇനി വാനിടം, ചിലർക്ക് വാനിടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവരുണ്ട്. ആകാശം എന്നാണ് വാനിടത്തിൻ്റെ പറയുന്നത്. അപ്പം ബാക്കി മൂന്നുമല്ല, ബാക്കി ഒന്ന് മാത്രമേ ഉള്ളൂ. എന്തായിരിക്കും? അത് തന്നെയാവാനാ ചാൻസ്. അല്ലെങ്കിൽ ഇതിൽ ശരിയായിട്ടുള്ള ആൻസറും വാനിടമാണ് വരുന്നത്. ദാറ്റ് ഈസ് നീലമേലാപ്പ് നിൽക്കുന്നത്. അതായത് ആകാശം എങ്ങനെയുള്ളതാണ്? നീല കളറിലുള്ളതാണ്. അത് തന്നെയാണ് കവി ഇവിടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ലോജിക്കിൽ ചിന്തിക്കാതെ കവിത അറിയുന്നവർക്ക് നേരിട്ട് തന്നെ ഓപ്ഷൻസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. വാനിടം എന്ന് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് നോക്കാം. 1.1 ക്വസ്റ്റ്യൻ, ഘടോൽഗജൻ കിടക്കുന്നത് എങ്ങനെയെന്നാണ് ഗാന്ധാരി പറയുന്നത്? എങ്ങനെയാണ് ഘടോൽഗജൻ കിടക്കുന്നതെന്ന്? അപ്പം നമ്മുടെ ഗാന്ധാരി വിലാപം എന്ന കവിതയിൽ പറയുന്നുണ്ട്, ഘടോൽഗജനെ കുറിച്ചിട്ട് എന്താണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നീലമല പോലെ കിടക്കുന്നു എന്നാണ് പറയുന്നത്. ഞാനൊരു കവിത എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ, ഗാന്ധാരി വിലാപം കവിത നമ്മുടെ യൂട്യൂബിലുണ്ട്. അപ്പം ആ ഒരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട് ഓരോന്നിനെ കുറിച്ചിട്ട്, ഓരോരുത്തരും എങ്ങനെയാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതെന്ന്. എല്ലാവരും ഇങ്ങനെ നോക്കി ഗാന്ധാരി അവിടെ കരയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉണ്ട്, അല്ലേ ഘടോൽഗജനായ ഭീമാത്മജ നല്ലോ കിടക്കുന്നതങ്ങതീനപ്പുറം നീലമല പോൽ കർണൻ പ്രയോഗിച്ച വേലും തറച്ചവൻ കാലപുരി പൂക്കാൻ. ഇതാണ് ആ ഒരു പാഠഭാഗത്ത് വരുന്ന ആ ഒരു ലൈന്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആ ഒരു ലൈൻ വരുന്നത്. അപ്പം എങ്ങനെയാണ് കിടക്കുന്നത്? നീലമല പോലെ. ആരാണ് ഇങ്ങനെ കിടക്കാൻ? അതിന് ഉത്തരവാദി ആരാണ്? കർണനാണല്ലേ. നീലമല പോൽ കർണൻ പ്രയോഗിച്ച വേലും തറച്ചവൻ കാലപുരി പൂക്കാൻ. അപ്പം അതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ഭാഗം. അവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. മനസ്സിലായില്ലേ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന്? അപ്പം എൻ്റെ ചാപ്റ്റർ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡി ആണ്, നീലമല പോലെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1.12 തീവണ്ടി ആഫീസിൽ എത്താനുള്ള യാത്രയിൽ വെള്ളായി അപ്പന് എതിരെ വന്നതാര്? അപ്പം ഇത് കടൽ തീരത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥയിൽ നിന്നാണ്. എനിക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു ഇത് പഠിപ്പിക്കുന്ന ടീച്ചർ ആയതുകൊണ്ടാണെന്നായിരിക്കും എല്ലാവർക്കും സംശയം. അല്ല, നിങ്ങളും ഈ ഒരു കഥ മനസ്സിലാക്കി അല്ലെങ്കിൽ കവിത മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മലയാളം സബ്ജക്റ്റ് എന്ന് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത് ഏത് കഥ ആണ്, ഏത് കവിതയാണ് എന്ന് കൂടെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് നിങ്ങൾ മനസ്സിൽ തന്നെ നോക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ തീവണ്ടി ആഫീസിൽ എത്താനുള്ള യാത്രയിൽ വെള്ളായിയപ്പനെതിരെ വന്നതാര് എന്ന്. അപ്പോൾ ഈ ഒരു കടൽ തീരത്ത് എന്ന പാഠഭാഗത്ത് നമ്മുടെ വെള്ളായിയപ്പൻ മകനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. കണ്ടുണ്ണീനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അല്ലേ. അപ്പം ആ ഒരു ടൈമിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കും, അത് അദ്ദേഹത്തിന് എതിരെയായിട്ട് വരുന്നത് നമ്മുടെ കുട്ട്യാസൻ മാപ്പിളയാണ്. അവർ രണ്ടാളും തമ്മിൽ പ്രത്യേകിച്ചൊന്നും സംസാരിക്കുന്നില്ല, പേര് തമ്മിൽ എന്താണ് പറയുന്നേ ഉള്ളൂ അല്ലേ.
വെള്ളായപ്പ എന്ന് വിളിക്കുന്നുണ്ട് കുട്ടിയാസൻ മാപ്പിള. അതേപോലെ തന്നെ തിരിച്ച് വെള്ളായപ്പനും അങ്ങനെ തന്നെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരാണ് എതിരെ വരുന്നത്? കുട്ടിയാസൻ മാപ്പിള. അപ്പോൾ ഈ ഒരു കഥ വായിച്ചവർക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 1:13 ക്വസ്റ്റ്യൻ നമ്പർ വരുന്നത്. കുഞ്ഞു പാത്തുമ്മയുടെ മുറിവ് വച്ചു കെട്ടിയ ചെറുപ്പക്കാരൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അപ്പോൾ ഇത് ഏത് ചാപ്റ്ററിനാണ് വരുന്നത്? എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പാഠഭാഗം 3-ലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. എങ്ങനെ എനിക്ക് മനസ്സിലായി? അതിലുള്ള കഥാപാത്രം കുഞ്ഞു പാത്തുമ്മയായിരുന്നു അല്ലേ? അപ്പോൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ഏതാണ് കഥയെന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ അതിൻ്റെ ആൻസർ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഇടതു കൈയിൽ ചെറുവിരൽ ഇല്ലായിരുന്നു, ബി പാദമില്ലായിരുന്നു, സി ഒരു കണ്ണില്ലായിരുന്നു, ഡി ഒരു കൈ ഇല്ലായിരുന്നു. എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നെന്ന് കഥ നിങ്ങൾ അറിഞ്ഞതാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ആൻസർ ചൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് ആ ഒരു ഓടയിലേക്ക് ആ ഒരു കുരുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുപാത്തുമ്മ വീണിട്ടുണ്ടായിരുന്നു അല്ലേ, പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ അവിടെ വന്നിട്ടുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ, അതാണ് ഈ ഒരു കഥാസന്ദർഭം വരുന്നത്. അപ്പോൾ ആ ചെറുപ്പക്കാരനെ നോക്കുന്ന ഇടയിൽ കുഞ്ഞുപാത്തുമ്മയ്ക്ക് മനസ്സിലായി അയാളുടെ ഇടത് കൈയിൽ ചെറുവിരൽ ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള ആൻസർ ഏതായിരുന്നു വരുന്നത്? എ ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1.14 സൂര്യൻ മുത്തശ്ശിയെ കണ്ടത് എവിടെ വെച്ചായിരുന്നു എന്ന്. ഇത് ഏതാണ് ചാപ്റ്റർ വരുന്നത്? നമുക്ക് ഇത് കവിതയാണ് വരുന്നത്. സൂര്യൻ മുത്തശ്ശിയെ കണ്ടത് എവിടെ വെച്ചായിരുന്നു എന്ന്. ഈ കവിത എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ത്യത്തിരി എന്ന് പറഞ്ഞിട്ടുള്ള കവിത നമ്മൾ വായിച്ചിട്ടുണ്ട്. 22 ആണ് ചാപ്റ്റർ വരുന്നത്. അന്ത്യത്തിരിയിൽ എന്താണ് സൂര്യനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അല്ലേ. സൂര്യനും മുത്തശ്ശിയും വരുന്ന ചാപ്റ്റർ വരുന്നത് ഏതാണ്? അന്ത്യത്തിരിയാണ്. അതിൽ മുത്തശ്ശി മാത്രമല്ല വേറൊരു കഥാപാത്രമായിട്ട് വരുന്നത്. അവിടെ എന്താണ് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു കുട്ടി ഉണ്ടായിരുന്നു അത് കവിതയിൽ അല്ലേ. അപ്പോൾ എവിടെ വെച്ചിട്ടാണ് മുത്തശ്ശി കണ്ടതെന്നാണ് ചോദ്യം വരുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അടുക്കളയിൽ, പൂമുഖത്തിണ്ണയിൽ, തെക്കിനിയിൽ, വടക്കിനിയിൽ. അപ്പോൾ എവിടെ വെച്ചിട്ടായിരുന്നു കണ്ടത് മുത്തശ്ശി നമ്മുടെ സൂര്യനെ? അതായത് പൂമുഖത്തിണ്ണയിൽ വെച്ചിട്ടായിരുന്നു മുത്തശ്ശി സൂര്യനെ കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കവിത നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യവും ഓർമ്മ വരേണ്ടതാണ്. പൂമുഖത്തിണ്ണയിലാണ് സൂര്യനെ ആര് കണ്ടിട്ടുണ്ടായിരുന്നത്? മുത്തശ്ശി കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലേ. അതായത് നമ്മുടെ ആ ഒരു അന്ത്യത്തിരിയിൽ ആദ്യത്തെ വീട്ടിലെ പൂമുഖത്തിണ്ണന്മേൽ മുത്തശ്ശിയെ കണ്ടു ദേവൻ, അന്തിക്കു വന്നുവശായി കുറച്ചിടമൻ തല ചായ്ക്കാൻ തരുമോ. ഇതാണ് അന്ത്യത്തിരി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്ററിൽ വരുന്ന ഭാഗം. ഇവിടെയാണ് നമ്മളിപ്പം പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1.15 വിശ്വഭാരതി സ്ഥാപിച്ചതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറാണ് കേട്ടോ. വിശ്വഭാരതിയെ കുറിച്ച് പറയുന്നത് ഇത് സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇത് നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ MTയുടെ 1.16 ക്വസ്റ്റ്യൻ ആണ്. MTയുടെ ഓർമ്മയിൽ കണ്ണാന്തളി പൂക്കൾ വിടർന്നു നിന്ന കുന്ന് ഏതായിരുന്നു? അപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് വരുന്നുണ്ട്, കണ്ണാന്തളി പൂക്കൾ അല്ലേ. കണ്ണാന്തളി പൂക്കളുടെ കാലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ചാപ്റ്റർ 24 ആണ് വരുന്നത്. അതിൽ MT ആണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വിവരിക്കുന്ന കണ്ണാന്തളി പൂക്കൾ എവിടെയാണോ വിടരുന്നത് ആ ഒരു കുന്നിനെ കുറിച്ചിട്ട് ആ ഒരു ചാപ്റ്ററിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. താന്നിക്കുന്ന്, ഗോസായി കുന്ന്, അന്തിമഹാകാളൻ കുന്ന്, തിരുവില്ലാമല. അപ്പോൾ ഇതിൽ എവിടെയാണ് എന്താണ് നമ്മുടെ കണ്ണാന്തളി പൂക്കൾ ഉള്ളതെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം അത് വായിച്ച ഒരാൾക്ക് ശരിയായിട്ടുള്ള ആൻസർ തിരഞ്ഞെടുക്കാം. എ താന്നിക്കുന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. 1.17 ക്വസ്റ്റ്യൻ തൊട്ടാൽ പൊട്ടും പളുങ്കു കൊട്ടാരം എന്ന കടങ്കഥയുടെ ഉത്തരം എന്ത്? ഇവിടെ ഒരു കടങ്കഥയെ കുറിച്ചിട്ടാണ് പരാമർശിച്ചിരിക്കുന്നത്. കടങ്കഥയെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ ഏതാണ്? കടങ്കഥയുടെ വ്യാകരണമാണ് വരുന്നത്. പാഠം 27 ആണത് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇരുത്തി പഠിക്കേണ്ട കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. അതിൽ കവിത മുഖ്യമാണ്. ഒന്ന് കാലമില്ലാത്ത കാലം മസ്റ്റായിട്ടും പഠിക്കേണ്ട ഒന്നാണ്.
ബാക്കിയുള്ളത് അത്ര ഇമ്പോർട്ടൻസ് എല്ലാമല്ല, അതൊക്കെ നമുക്ക് ഒരു തവണ വായിച്ചു കഴിഞ്ഞാലെങ്കിലും മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ഇൻ കേസ് ചില ചാപ്റ്റേഴ്സിന് കുറച്ചധികം നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. അതൊന്ന് കവിത വരുന്നത് കാലനില്ലാത്ത കാലമാണ്. പിന്നെയാണെങ്കിൽ കുറച്ചും കൂടെ കെയർ കൊടുക്കേണ്ടത് ഈ ഒരു കടങ്കഥയുടെ വ്യാകരണം. ഇതാണ് കുറച്ച് ടഫായിട്ട് വരുന്നത് അല്ലേ. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇന്നു ഞാൻ നാളെ നീ പറഞ്ഞിട്ടുള്ള ആ ഒരു കവിത, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. കാരണം അതിനും ഈസിയാണ്, എന്നിരുന്നാൽ പോലും കുറച്ചും കൂടെ കെയർ കൊടുത്തിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. തൊട്ടാൽ പൊട്ടും പളുങ്ക് പൊട്ടാലും ആ ഒരു കടങ്കഥ നമ്മുടെ കടങ്കഥയുടെ വ്യാകരണം എന്ന ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണെങ്കിൽ കുറച്ചധികം കടങ്കഥകൾ അതിൽ നിന്ന് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നല്ല ക്വസ്റ്റ്യൻ വരും. ഇവിടെ അതിന് ആൻസറായിട്ട് വരുന്നത് നീർപ്പോളയാണ് കേട്ടോ. ജസ്റ്റ് നമുക്ക് ഈ ഒരു കടങ്കഥ വെച്ചാൽ തന്നെ നമുക്ക് താഴെ തന്നിരിക്കുന്ന ഓപ്ഷന് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതായിരിക്കും. തൊട്ടാൽ പൊട്ടും പളുങ്ക് കൊട്ടാരെന്ന്. തൊട്ടാൽ പൊട്ടുന്നത് എന്താ, പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ നീർപ്പോളയാണ് കുറച്ചും കൂടെ അതിനോട് ഏറ്റു നിൽക്കുന്ന ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നീർപ്പോളയാണ് വരുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ചിട്ട് ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ആൻസറും അത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ് ഇവിടെ. ഇനി 1-18 ക്വസ്റ്റ്യൻ. സബർമതി ദൂരെയാണ് എന്ന നാടകത്തിൽ തേവൻ്റെ മരിച്ചുപോയ മകളുടെ പേരുണ്ട്. അപ്പോൾ ചാപ്റ്റർ ഏതാ വരുന്നത്? സബർമതി ദൂരെയാണ്. അത് പാഠം 28 കേട്ടോ. ഈ ഒരു സബർമതി ദൂരെയാണെന്ന് പറഞ്ഞ പാഠം വരുന്നത്. ആൻഡ് അതിൽ നമുക്ക് 2-3 കഥാപാത്രങ്ങളുണ്ട്. വേണു, മാധവൻ, ശാന്തി, തേവൻ, ഇത്രയും കഥാപാത്രങ്ങളാണ് അവിടെ ആ ഒരു നാടകത്തിലുള്ളത്. പിന്നെ മരിച്ചുപോയ മകളെക്കുറിച്ച് പറയുന്നുണ്ട്. അവളുടെ പേരെന്തായിരുന്നു? മാല എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, ചാപ്റ്റർ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ശാന്തി അയാൾ വേല ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു വീട്ടിലെ ആരായിരുന്നു? കുട്ടിയായിരുന്നു ശാന്തി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാലനില്ലായതോടെ നാട് വഴുക്ക് നഷ്ടപ്പെട്ടതെന്ന്. കാലനില്ലാത്തതോടെ ഇതാ ഞാൻ പറഞ്ഞത്, കുറച്ചധികം ക്വസ്റ്റ്യൻസും നമ്മുടെ കാലനില്ലാത്ത കാലത്തുനിന്ന് ചോദിക്കുന്നതായിരിക്കും കേട്ടോ. നാടുവാഴിക്ക് നഷ്ടപ്പെട്ടത് ഒരു വരി ഉണ്ടായിരുന്നു അവിടെ. നാടുവാഴി കങ്കമില്ല, കപ്പമില്ല, ചുങ്കമില്ല, കാടുവാഴിക്കിപ്പോൾ നല്ല വല്ലതും തിന്നു പാർത്തിയിടാം. അപ്പം ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഈ ഒരു സെഷനിന്. കാലനില്ലാതായതോടെ നാടുവാഴിക്ക് നഷ്ടപ്പെട്ടതെന്ത്? എ സമ്പത്ത്, ബി അധികാരം, സി അത്താഴം, ഡി കപ്പവും ചുങ്കവും. അപ്പം ഞാൻ കുറച്ച് മുൻപേ ആ ഒരു ലൈന് വായിച്ചിട്ടുണ്ടായിരുന്നു. അതിലെന്തായിരുന്നു ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നാടുവാഴി കങ്കമില്ല, കപ്പമില്ല, ചുങ്കമില്ല. അപ്പം ഇതിന് ശരിയായിട്ടുള്ള ആൻസർ ഏതാ വരുന്നത്? കപ്പവും ചുങ്കവും. ഓക്കെ, അപ്പം ഓക്കെ അല്ലേ? ഇനി 1.20 ക്വസ്റ്റ്യൻ. കർണപർവം എന്ന കഥയിലെ നായകനായ സെബാസ്റ്റ്യന് കാണികൾ നൽകിയ വിളിപ്പേരെന്തെന്ന്. കർണപർവം എന്ന കഥയെ ഉദ്ധരിച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതിൽ നമ്മുടെ സെബാസ്റ്റ്യനാണ് നായകനായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നത് കർണൻ സെബാസ്റ്റ്യൻ എന്നായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ നോക്കാം. കർണൻ, ദ്രോണർ, ആചാര്യൻ, അച്ഛൻ. അപ്പോൾ ഇതിലേതാണ് ശരിയായിട്ടുള്ള ആൻസർ? കർണൻ എന്നാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. 1.21 കവച കുണ്ടലങ്ങൾ വ്യത്യസ്ത പദങ്ങളായിട്ട് പിരിച്ച രൂപം എഴുതുക. വ്യത്യസ്ത പദങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കവച കുണ്ടലങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒറ്റൊരു പദമായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് വ്യത്യസ്ത പദങ്ങളായിട്ട് 2 പദങ്ങളായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ തന്നിട്ടുണ്ട്. കവചമായ കുണ്ടലം, ബി കുണ്ടലത്തിൻ്റെ കവചം, സി കവചത്തിൻ്റെ കുണ്ടലങ്ങൾ, ഡി കവചവും കുണ്ടലവും. അപ്പോൾ ഇതിന്ന് നമുക്ക് എങ്ങനെ ആ ഒരു ഇത്തരം ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിയില്ലെങ്കിൽ കൂടെ എന്താ ചെയ്യേണ്ടത്? 2-3 പ്രാവശ്യം വായിച്ചു നോക്കാം. ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് യോജിച്ച് ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് ചിലത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അത് ഓപ്റ്റ് ചെയ്തിരിക്കാം. ശരിക്കും ഈ ഒരു കവച കുണ്ടലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത പദങ്ങളാക്കി വരുമ്പോൾ കവചവും കുണ്ടലവും 2ഉം വ്യത്യസ്ത പദങ്ങളാണ് അല്ലേ. അവയെ സമന്വയിപ്പിച്ചപ്പോഴാണ് കവച കുണ്ടലങ്ങളായി മാറുന്നത്. അപ്പോൾ അതിൻ്റെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഫോമാണ് കവചവും കുണ്ടലവും. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് എന്താ വരുന്നത്? ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1.22 സ്വയം അലക്കാൻ ശീലിച്ചതിലൂടെ ഗാന്ധിജി ലോകത്തിന് നൽകിയ സന്ദേശമെന്ത്? സ്വയം അലക്കാൻ ശീലിച്ചതിലൂടെ. അപ്പം ഈ ഒരു സ്വയം അലക്കിൻ്റെ ചാപ്റ്റർ ഏതാ വരുന്നതെന്ന് ആദ്യം ആലോചിക്കണം. പിന്നെ ഗാന്ധിജിയെ താരതമ്യപ്പെടുത്തി നോക്കണം. അപ്പോൾ ഏതാണ് ചാപ്റ്റർ വരുന്നത്? ചാപ്റ്റർ
ലളിത ജീവിതമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ലളിത ജീവിതത്തിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഏതാണെന്ന് നോക്കാം. സ്വയം അലക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. സ്വാശ്രയത്വം ജീവിതത്തിൽ അനുപേക്ഷണീയമാണ്. എല്ലാവരും തൊഴിൽ ശീലിക്കണം. ഡി, അലക്കുകാരെ അധികം കഷ്ടപ്പെടുത്തരുത്. അപ്പം എന്താണ് ഇതിൽ ആപ്റ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ സ്വയം അലക്കാൻ തീരുമാനിച്ചതിലൂടെ അദ്ദേഹം ലോകത്തിന് നൽകിയ സന്ദേശം എന്ന് പറയുന്നത്? അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു വരി തന്നെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, സ്വാശ്രയത്വം ജീവിതത്തിൽ അനുപേക്ഷണീയമാണെന്ന്. അപ്പം അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. 1.23 കൃഷ്ണന്റെ കണ്ണുകളിൽ നിറയുന്നത് എന്താണെന്നാണ് ഉള്ളൂർ പറയുന്നത്? അപ്പോൾ കൃഷ്ണന്റെ കണ്ണുകളിൽ നിറയുന്നത് എന്താണെന്ന് ഇവിടെ ഏതാണ് പറയുന്നത്? അന്നത്തെ പുണ്യം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു അല്ലേ? അപ്പം അതിലാണ് ഈ ഒരു കൃഷ്ണനെ കുറിച്ചിട്ട് പറയുന്നത്, അന്നത്തെ പുണ്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കവിതയിൽ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ദാറ്റ് ഈസ് ആ ഒരു ടൈമിൽ നമ്മുടെ ഉള്ളൂർ പറയാണ് കൃഷ്ണൻ്റെ കണ്ണുകളിൽ എന്തായിരുന്നു ആ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നതെന്ന്. അപ്പം എന്തായിരുന്നു ആ ഒരു ടൈമിൽ കൃഷ്ണൻ്റെ മുഖത്തെ ഭാവം? ദാറ്റ് ഈസ് കനിവായിരുന്നു കേട്ടോ. കനിവായിരുന്നു ഏറ്റവും കൂടുതൽ തെളിഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്ന കൃഷ്ണൻ്റെ കണ്ണുകളിൽ നിറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ ആൻസർ വരുന്നത് കനിവ് എന്നാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. 1.24 ഇന്നു ഞാൻ നാളെ നീ എന്ന കവിതയിൽ കുരിശിൻ്റെ മഹത്വമായി കവി കൽപ്പിക്കുന്നത് എന്തെന്നാണ്? ആ ഒരു കവിത വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് എന്നാലും ഓപ്ഷൻസ് ഒന്നും കൂടെ നോക്കാം. പാപങ്ങളില്ലാതിക്ക് ഭൂമിയെ സ്വർഗത്തോളം ഉയർത്താൻ വഴികാട്ടുന്നത്. ബി, അന്തികത്തുള്ള പള്ളിയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. മൂന്നാമത് വരുന്നത് 2000-ഓളം ആണ്ടുകളെ പാരമ്പര്യമുള്ളത്. ഡി, മാലാഖമാർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ബാക്കിയുള്ള ചില ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ, വെറുതെ കൊടുത്തിരിക്കുന്ന പോലെ ഉണ്ടാവും. നമുക്ക് ആ ഒരു ആൻസർ എന്താണെന്ന് ശരിക്കുള്ള ആൻസർ കാണിച്ചു തരും. എന്നിരുന്നാൽ ബാക്കി അതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ കൊടുത്തിരിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നതാണ്. ഒരു യാതൊരുവിധ വലിയ രീതിയിൽ അതിന് മാച്ചിങ് വരുന്നില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന് മാച്ചിങ് ഇല്ലാത്ത രീതിയിൽ തോന്നും. അപ്പം അത്തരത്തിലൊരു ക്വസ്റ്റ്യനാണ് ഇത് വരുന്നത്. എന്താണ്? കുരിശിൻ്റെ മഹത്വമായി കവി കൽപ്പിക്കുന്നത് എന്തിനെയാണെന്ന്. അപ്പോൾ ഇതൊന്നും മഹത്വത്തെ വിളിച്ചോതുന്നില്ല. ഏതാണ്? കുരിശിനെ കുറിച്ചിട്ട്. കുരിശിൻ്റെ എന്തെങ്കിലും മഹത്വത്തെ വിളിച്ചോതുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിന്ന് നമുക്ക് ഏതാണ് ശരിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നത്? ഓപ്ഷൻ എ ആണ് കുരിശിൻ്റെ മഹത്വമായിട്ട്. കാരണം എന്തോ കാര്യം ഈ ഒരു ഓപ്ഷൻ എയിൽ പറയുന്നുണ്ട് അല്ലേ? പാപങ്ങൾ ഇല്ലാതാക്കി ഭൂമിയെ സ്വർഗത്തോളം ഉയർത്താൻ വഴി കാട്ടുന്നത്. അപ്പം ആ ഒരു മഹത്വം വെളിവാക്കുന്നുണ്ട് ഈ ഒരു ഓപ്ഷനിൽ. ബാക്കിയൊക്കെ വെറുതെ എന്തിനോ വേണ്ടി കൊടുത്തു. അന്തികത്തുള്ള പള്ളിയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അത് മഹത്വമാണോ? അല്ല. 2000-ഓളം ആണ്ടുകളുടെ പാരമ്പര്യമുള്ളത് അത് മഹത്വമാണ്. എന്നിരുന്നാലും എന്താണ്, നമ്മൾ പഠിച്ച ചാപ്റ്ററിൻ്റെ മുഖേനയായിട്ട് അത് ബന്ധിക്കപ്പെടാൻ പറ്റുന്നില്ല. പിന്നെ മാലാഖമാർ കൊണ്ടുവരുന്നത് എന്നിട്ട് അതിനെ മഹത്വവൽക്കരിക്കാൻ പറ്റുന്നില്ല. മാലാഖമാർ കൊണ്ടുവരുന്നതിനെ കൊണ്ട് ജസ്റ്റ് സിമ്പിൾ തിങ്സ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമുക്ക് നോക്കാം. ശ്രീ ഭഗവതി എന്ന കഥയിൽ പുരുഷ മേധാവിത്വ ചിന്ത പുലർത്തുന്ന കഥാനായകൻ ഭാര്യയെ കീഴ്പ്പെടുത്താനായി പ്രയോഗിക്കുന്ന തന്ത്രമെന്ത്? അപ്പോൾ ശ്രീ ഭഗവതി എന്ന ചാപ്റ്ററാണിത്. ഓപ്ഷൻസ് നോക്കാം. സ്നേഹത്തോടെ പെരുമാറി, ദേഷ്യത്തോടെ പെരുമാറി, നീയാണ് എൻ്റെ ശ്രീ ഭഗവതി എന്ന് പ്രശംസിച്ചു, ഭാര്യയുടെ സൗന്ദര്യത്തെ പുകഴ്ത്തി. ഇതിൽ നിന്ന് ഓപ്ഷൻസിൽ തന്നെ ആൻസർ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്ലിക്ക് ആവുന്നതാണ്. അതായത് ആ ഒരു ചാപ്റ്റർ വായിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. കാരണം ആ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ഭാഗമാണ് പറഞ്ഞിരിക്കുന്നത്. നീയാണ് എൻ്റെ ശ്രീ ഭഗവതി എന്ന് പ്രശംസിച്ചു. അതായത് വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഭർത്താവിനോടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭർത്താവ് തൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങാൻ വേണ്ടി നിൽക്കുന്ന ടൈമാണ്. അപ്പം ഒന്ന് സ്ത്രീയെ പ്രശംസിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൾ ചാക്കിലാവുന്നുള്ള ഒരു തന്ത്രം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടായിരുന്നു ഈ ഒരു സന്ദർഭം അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ സി ആണ് ഓപ്ഷൻസ് എന്ന് ആൻസർ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1.26 എന്തു വന്നാലും കിണർ മൂടുകയില്ലെന്ന് ഉതുപ്പാൻ നിശ്ചയിച്ചത് എന്തുകൊണ്ടെന്നാണ്? അപ്പോൾ ഇതിൽ
ഉതുപ്പാൻ്റെ കിണറാണ് വരുന്നത്. ഉതുപ്പാൻ്റെ കിണറിൽ എന്താണ് ഓപ്ഷൻസ് നോക്കാം. നാട്ടുകാർക്ക് കുടിവെള്ളത്തിന് മറ്റു മാർഗങ്ങൾ ഇല്ലാത്തതിനാൽ, പശുക്കൾക്ക് വെള്ളം കൊടുക്കേണ്ടതിനാൽ, അത് അയാളുടെ ജീവിത സർവസ്വവുമായതുകൊണ്ട്, മറ്റു കിണറുകളിൽ നിന്നും വെള്ളം ലഭിക്കാത്തതിനാൽ. അപ്പോൾ ഇത് ഈ ഒരു ചാപ്റ്ററും ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് വായിച്ചവർക്ക് പെട്ടെന്ന് തന്നെ ക്ലിക്ക് ആവുന്നതാണ് അല്ലേ. അപ്പം അതിൽ പറയുന്നുണ്ട്, ഓപ്ഷൻ സി ആണ് വരുന്നത് ആൻസർ, അയാളുടെ ജീവിത സർവസ്വവുമായതുകൊണ്ട് അല്ലേ. തീർച്ചയായിട്ടും ഉതുപ്പാൻ ഏറ്റവും കൂടുതൽ ആരുമില്ലാത്തവന് എന്താണ് ദൈവം കൊടുത്തൊരു നിധിയാണ് അവൻ്റെ ആ ഒരു കിണർ. അപ്പോൾ അത് അവന് സർവസ്വവുമാണ്. അതുകൊണ്ടാണ് എന്ത് വന്നാലും കിണർ മൂടുകയില്ലെന്ന് ഉതുപ്പാൻ നിശ്ചയിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കലകൾ വികസിക്കുന്നത് ഏതു ദിശയിലാണെന്നാണ് എം പി പോൾ പറയുന്നത്. ഇപ്പോൾ ഏത് ദിശയിലാണ് എം പി പോളിൻ്റെ ഈ ഒരു എന്താണ് ചാപ്റ്ററിൻ്റെ പേര് വന്നത്? കലകളെ കുറിച്ചിട്ട് പറയുന്ന ചാപ്റ്റർ അല്ലേ. അതിൽ കലയും കാലവും വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ആ ഒരു ചാപ്റ്ററിൽ ഇതിനെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഓപ്ഷൻസ് നോക്കാം നമുക്ക് എന്തായാലും. പാരമ്പര്യമാണ് കലകളുടെ പിറവിക്ക് അടിസ്ഥാനം. ബി സാഹചര്യങ്ങളുടെ പക്വദശയിൽ. പിന്നെ ആണെങ്കിൽ കലാവാസന ജന്മസിദ്ധമാണ്. ഡി വരുന്നത് അനുഭവത്തിൻ്റെ തീച്ചുളയിൽ. അപ്പോൾ ഇതിന്ന് ഏതാണെന്നാണ് ശരിയായിട്ടുള്ള ആൻസർ തിരഞ്ഞെടുക്കാൻ വേണ്ടത്. ആൻസർ വരുന്നത് ബി ആണ്, സാഹചര്യങ്ങളുടെ പക്വദശയിൽ. ഞാൻ എങ്ങനെ ഇത്ര പെട്ടെന്ന് ആൻസർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ്, ഒന്നാമത് ആ ഒരു കഥ അറിയുന്നതിനെ കൊണ്ടാണ്. കഥയിൽ വ്യക്തമായിട്ട് തന്നെ ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏന് പഠിത്തമില്ല ഈ കഴുത്തെ ചുറ്റും നാക്കുള്ളവരോട് വാതാടാൻ. ഇത് ആരുടെ വാക്കുകളാണ്? ഇത് വരുന്നത് അവസാന ഭാഗമായിട്ടുള്ള സബർമതി ദൂരെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലാണ്. ഏന് പഠിത്തമില്ല. ഇത് ഒരു സ്ലാങ് വരുന്നത് എന്താണ്, ഒരു താഴ്ന്ന അവരുടെ അല്ലേ അടിയാളന്മാരാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ വാക്കെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടിയാളന്മാരെ കുറിച്ചിട്ട് പറയുന്ന ഒരേ ഒരു ചാപ്റ്ററേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ലാങ് വെച്ചിട്ട് അത് വരുന്നത് ഏതാണ്? സബർമതി ദൂരെയാണ്. അപ്പോൾ അതിലെ തന്നെയാണ്, അതിൽ ഏന് പഠിത്തമില്ല ഈ കഴുത്തേ ചുറ്റും നാക്കുള്ളവരോട് വാതാടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേവർ എന്ന കഥാപാത്രം കുട്ടീനോട്, ശാന്തിനോട് പറയാണ്. അതായത് അവൻ വേലയ്ക്ക് നിൽക്കുന്ന വീട്ടിലെ ആ ഒരു കുട്ടീനോട് പറയാണ് അതാണ് കഥാസന്ദർഭം വരുന്നത്. അപ്പോൾ ഇത് ഏതാണ് ആൻസർ വരുന്നത്? തേവൻ ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഇത് പെട്ടെന്നൊക്കെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.29 ആണ് ക്വസ്റ്റ്യൻ വരുന്നത്. കണ്ണാന്തളി പൂക്കളുടെ കാലം എന്ന രചനയിൽ MT തെക്കർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? അപ്പോൾ ഇത് കണ്ണാന്തളി പൂക്കളുടെ കാലത്തിലുള്ള ക്വസ്റ്റ്യനാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ടറി പാർട്ടിൽ തന്നെ തെക്കർ എന്ന് പറയുന്നത് വന്നേരിക്കാരെ കുറിച്ചിട്ടാണ്. ഓക്കെ, അത് അതിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ബാക്കി ഓപ്ഷൻസ് നോക്കണമെന്നില്ല. വന്നേരിക്കാരെ കുറിച്ചിട്ടാണ് തെക്കർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വെച്ച് കഴിഞ്ഞാൽ 1.30 ക്വസ്റ്റ്യൻ വരുന്നത്. അവരൊക്കെയല്ലേ എന്നെ ഇങ്ങനെ ആക്കിയത്, എന്നിട്ടിപ്പം വിഷമിക്കണത് എന്തിനാ? പുകമറയ്ക്കപ്പുറം എന്ന പാഠഭാഗത്ത് ഇങ്ങനെ പറഞ്ഞതാരാണ്? എ വരുന്നത് മനോജിൻ്റെ അമ്മ, മനോജിൻ്റെ ഭാവി വധു, സി മനോജിൻ്റെ ഡോക്ടർ, ആൻഡ് ഡി വരുന്നത് മനോജ്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നതാണ്, ഇതാരോ ആരോടോ പറയുന്നതാണ്. അപ്പം ഏറ്റവും പുകമറയ്ക്കപ്പുറം എന്ന ആ ഒരു കഥയിൽ എന്താണ്, ആരെക്കുറിച്ചിട്ടാണ് പറയുന്നത്? മനോജിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം മനോജാണ് അതിൻ്റെ വിക്ടിമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും അത് തന്നെയല്ല, ആ ഒരു വിക്ടിം ആരോടോ പറയുന്നതാണ്, അവരൊക്കെയല്ലേ എന്നെ ഇങ്ങനെ ആക്കിയതെന്ന്. അപ്പോൾ ആരാണ് ഇത് പറയുന്നത്? മനോജാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഫസ്റ്റ് സെഷനിൽ. ഇനി നെക്സ്റ്റ് സെഷനിലേക്കാണ് പോകുന്നത്. നെക്സ്റ്റ് സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് 7 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. രണ്ടാമത്തെ സെഷനാണ് വരുന്നത്. അതിൽ 7 ക്വസ്റ്റ്യൻ ഉണ്ട്. 7 ക്വസ്റ്റ്യന് 5 എണ്ണത്തിനാണ് ഇവർ ആൻസർ ചെയ്യാൻ വരുന്നത്. അപ്പോൾ 5 × 1 മാർക്കാണ് വരുന്നത്. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ അത് നമുക്ക് നോക്കാം.
2.1 വന്ന വഴിക്ക് തിരിച്ചു പോയിടുവാൻ വയ്യാത്ത ദേവനേത്. വന്ന വഴിക്ക് തിരിച്ചു പോയിടുവാൻ വയ്യാത്ത ദേവനേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വരുന്നത് നമ്മുടെ അന്തിത്തിരി എന്ന് പറയുന്ന കവിതയിൽ നിന്നാണ്. വന്ന വഴിക്ക് തിരിച്ചു പോയിടാൻ കഴിയാത്ത അതിൽ പറയുന്ന ദേവനെ ആരായിരുന്നു? സൂര്യനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ അതാണ് വരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കുരുവികൾ വഴക്കിടുന്നത് കണ്ട് ഓടിച്ചെന്നതാര്? ഇവിടെ കുരുവികൾ എന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് എവിടെയായിരുന്നു? ഒരു പാപ്പക്ക് ഒരു ആന ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ വഴക്കിടുന്ന കുരുവികളെയാണ് ആ ഒരു കഥയിൽ കണ്ടിട്ടുള്ളത്. കവിതാ സന്ദർഭവും നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കണം. പെട്ടെന്ന് നമുക്ക് അതാണ് വേണ്ടത്. അപ്പം കുറച്ച് മുൻപേ നിങ്ങൾ ഈ ഒരു മലയാളം പഠിച്ചിട്ട് യാതൊരു വിധ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും ഐ തിങ്ക് ഞാൻ കുറച്ചും കൂടെ സജസ്റ്റ് ചെയ്യുന്നത് എക്സാമിൻ്റെ 2 days മുന്നേ ഉള്ള ഈ ഒരു മലയാളം പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് എഫക്റ്റ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം ഈ ഒരു കഥ വായിച്ചതും കവിത വായിച്ചതൊക്കെ നിങ്ങളുടെ മെമ്മറിയിൽ കുറച്ച് ആ ഒരു ഡേക്കെങ്കിലും സ്റ്റോർ ചെയ്ത് നിൽക്കും. ഓക്കെ, ഇനി കുരുവികൾ വഴക്കിടുന്നത് കണ്ട് ഓടിച്ചെന്നതാരെന്നാണ്? കുഞ്ഞിപ്പാത്തുമ്മയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് അല്ലേ? എൻ്റെ പാപ്പക്ക് ഒരു ആന ഉണ്ടായിരുന്നല്ലേ? മെയിൻ കഥാപാത്രമായിട്ട് വരുന്നത് കുഞ്ഞിപ്പാത്തുമ്മയാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 2.3, ആപ്തയുടെ നിഘണ്ടുവിൽ ഉപനിഷത്തിന് നൽകിയിരിക്കുന്ന അർത്ഥമെന്ന്? ആപ്തയുടെ നിഘണ്ടുവിൽ എന്താണ്? ഇത് ഏത് ചാപ്റ്ററിലാണ് വരുന്നത്? ഉപനിഷത്ത് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, അയൽപ്പക്കം എന്ന ഉപനിഷത്ത് അല്ലേ? ആ അയൽപ്പക്കം എന്ന ഉപനിഷത്ത് നിങ്ങൾ വായിച്ചതാണെങ്കിൽ, ആ ഒരു ചാപ്റ്റർ വായിച്ചതായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാം. ആപ്തെ നമ്മുടെ അയൽപ്പക്കത്തിനായിരുന്നു ഉപനിഷത്തെന്ന് അർത്ഥം കൊടുത്തിരിക്കുന്നത്, പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്തായിരുന്നു? അയൽപ്പക്കമാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് 2.4 ആണ്. MTയുടെ സ്മരണയിൽ പുന്നല്ലരി ചോറിൻ്റെ ഗന്ധമുള്ള പുഷ്പമേത്? MT ഏത് കഥയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കണ്ണാന്തളി പൂക്കളുടെ കാലമാണ് MT എഴുതിയിട്ടുണ്ടായിരുന്ന രചന അല്ലേ? അപ്പം അതിൽ അദ്ദേഹം പുന്നല്ലരി ചോറിൻ്റെ ഗന്ധമുള്ള പുഷ്പം, കണ്ണാന്തളി പൂക്കളുടെ കാലം എന്നതിലെ മെയിൻ ഓബ്ജക്റ്റ് വരുന്നത് കണ്ണാന്തളി പൂക്കളാണ്. അപ്പോൾ അതിനെ കുറച്ച് പ്രശംസിച്ച് അതിനെ മഹത്വവൽക്കരിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ ഒരു ചാപ്റ്ററിൽ. അതിൽ ഒരു കാര്യമാണ്, പോയിന്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പുന്നല്ലരി ചോറിൻ്റെ ഗന്ധമാണ് ആ ഒരു പുഷ്പത്തിനുള്ളതെന്ന്. അപ്പോൾ ഇവിടെ വരുന്ന പുഷ്പം ഏതാണ്? കണ്ണാന്തളി പൂവെന്ന്. ഓക്കെ, ഇനി 2.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ കടങ്കഥയുടെ താവഴിയിൽ പിറന്ന കവി. കടങ്കഥ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ടത് ഇത് നമ്മുടെ കടങ്കഥയുടെ വ്യാകരണം എന്ന ഇതിൽ വരുന്നതാണ് കേട്ടോ. അതിൻ്റെ താവഴിയിൽ വന്ന ഒരു കവിയാണ് നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് എന്ന് പറയുന്നത്. കടങ്കഥയിലൂടെ ആയിരുന്നു അത് കൂടുതലും അതിനെ ഏറ്റുകൊണ്ടിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകളും ഒക്കെ രചിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2.6, സബർമതി ദൂരെയാണെന്ന് എന്ന് പറഞ്ഞതാര്? സബർമതി ദൂരെയാണ് എന്ന് പറഞ്ഞതാര്? അപ്പോൾ ഇത് നിങ്ങൾക്ക് 2 ഓപ്ഷനായിട്ട് വേണമെങ്കിൽ എഴുതാം. ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞത് മഹാത്മാഗാന്ധി എന്ന് പറയാം. പക്ഷേ ഒരു ലിറ്റിൽ ബിറ്റ് ഒരു നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം, ഡൗട്ട് തോന്നാം. ഇതിൽ വേണു എന്ന കഥാപാത്രവും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ശാന്തിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് സബർമതി ദൂരെയാണ് അങ്ങനെയുള്ളത്. അപ്പം മഹാത്മാഗാന്ധിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനിയിപ്പോൾ ബാറിട്ടിട്ട് വേണമെങ്കിൽ അത് ജസ്റ്റ് നിങ്ങൾക്ക് വേണു എന്ന് കൂടെ അതിൽ പറയാം. ആ ഒരു പാഠഭാഗത്തിൽ അദ്ദേഹം കൂടെ അത് പറയുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പം ആൻസർ അതാണ് വരുന്നത്. ആൻഡ് 2.7 എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപം ഹരിച്ചു പാരിഞ്ഞു വിണ്ണേറുവാൻ പാത കാണിക്കുന്നതായി ജി ശങ്കരക്കുറുപ്പ് പറയുന്നത് എന്തിനെയാണെന്നാണ്? അപ്പം ഈ ഒരു ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിത ഏതായിരുന്നു? ഇന്നു ഞാൻ നാളെ നീ എന്നാണ്. അപ്പം അതിൽ പാപം ഹരിച്ചു പാരിഞ്ഞു വിണ്ണേറുവാൻ പാത കാണിക്കുന്നതായിട്ട് ഈ ഒരു വരികളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് കുരിശിനെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ കുരിശ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് രണ്ടാമത്തെ സെക്ഷനിലുള്ളത്. അങ്ങനെ 10 സെക്ഷനായിട്ടാണ് നമുക്ക് വരുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ ഇത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെ കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഇത് എഴുതിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. 3.3 5 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്തുനിന്ന് സെക്ഷനിൽ എഴുതുന്നത്. ഓരോ മാർക്കും ഇത് തന്നെയാണ് കിട്ടുന്നത്. ടോട്ടൽ നമുക്ക് 8 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 8 ക്വസ്റ്റ്യൻസ് എന്നാണ് നമ്മൾ ഇവിടെ 3.8 ആണല്ലോ കാണുന്നത്. അപ്പം 8 ക്വസ്റ്റ്യൻസ് എന്നാണ് ഇത് എടുക്കേണ്ടത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5 ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി, പക്ഷെ നമുക്ക് എല്ലാം കൂടെ ഡിസ്കസ് ചെയ്യാം. കിണർ അടിവരെ താഴ്ന്നതോടെ ഡാഷിൻ്റെ മടിശീലയുടെ നെല്ലിപ്പലകയും കണ്ടു. അപ്പോൾ കിണർ അടിവരെ താഴ്ന്നതോടെ
അവിടെ ഒരു ഡാഷ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു ഭാഗത്ത് ഫില്ല് ചെയ്യേണ്ടതായിട്ടാണ് വരുന്നത്. നമ്മൾ ആരുടെ മടിശിലയുടെ നെൽപ്പലകയും കണ്ടു എന്നാണ് പറയുന്നത്? നമ്മുടെ ഉതുപ്പാൻ്റെ, ഇതാണ് ഉതുപ്പാൻ്റെ മടിശീലയുടെ നെല്ലിപ്പലകയും കണ്ടു. നെക്സ്റ്റ് വരാം, ഇത് ഉതുപ്പാൻ്റെ കിണറിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. 3.2 കൊഞ്ചലിൻ്റെ കഴിഞ്ഞിട്ട് ഒരു ഡാഷ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നിന്റെ പരിചരണത്തിന് നിന്റെ അമ്മ തമ്പുരാട്ടി തന്നേ പറ്റൂന്ന്. ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ ഭഗവതി എന്ന് പറഞ്ഞിട്ടുള്ള കഥയുണ്ടല്ലോ, അവിടെ നിന്നാണ് കേട്ടോ. അതായത് കൊഞ്ചലിൻ്റെ രാജകുമാരി, ഇത് ഇതേപോലെ തന്നെ ആ ഒരു കഥയിലുണ്ട് കേട്ടോ. ഈ ഒരു സെക്ഷനിൽ വരുന്നതല്ല, അതേപോലെ തന്നെ ആ ഒരു കഥയിൽ വ്യക്തമായിരിക്കും. കവിത ഓർ കഥ, അതിൽ ആ ഒരു സെൻറ്റൻസ് തന്നെ ഉണ്ടാവും, അതിൽ വിട്ടു പോയിട്ടുണ്ടാവും. ആ ഒരു ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഈ ഒരു സെക്ഷൻ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ കഥയും ലൈൻ ബൈ ലൈനായിട്ട് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കണം. അങ്ങനെ ആയിരിക്കണം നിങ്ങൾ വായിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ രാജകുമാരിയാണ് ഇപ്പം ആൻസർ വരുന്നത്. കൊഞ്ചലിൻ്റെ രാജകുമാരി, നിന്റെ പരിചരണത്തിന് നിന്റെ അമ്മ തമ്പുരാട്ടി വന്നേ പറ്റൂ. അതാണ് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇനി തേർഡ് നോക്കാം നമുക്ക്. 3.3 ഡാഷ് എന്ന നാടക ഗ്രൂപ്പിൻ്റെ രൂപീകരണവുമായി സെബാസ്റ്റ്യൻ ഓടി നടന്നു. അപ്പോൾ ഏതോ ഒരു നാടക ഗ്രൂപ്പിൻ്റെ രൂപീകരണം. ഇത് സെബാസ്റ്റ്യൻ എവിടെയാണ് നമ്മൾ കാണുന്നത്? കർണപർവ്വത്തിലാണ് അല്ലേ. അപ്പോൾ ഏതോ നാടക ഗ്രൂപ്പ്, അതിൽ വിവരിക്കുന്ന നാടക ഗ്രൂപ്പ് ഏതായിരുന്നു? കലാക്ഷേത്രയായിരുന്നു. അപ്പോൾ അതാണ് അവിടെ ആൻസർ വരുന്നത്. ഇനി 3.4 കെട്ടുപോയ ഒരു ഡാഷിൻ്റെ മനോജിൻ്റെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് പോലെ തോന്നി. അപ്പോൾ ഇത് മനോജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് പുകമറയ്ക്ക് അപ്പുറം കാണുന്നതാണ്. അപ്പോൾ അവിടെ എന്തായിരുന്നു? ഇവിടെ മനോജിൻ്റെ ഉള്ളിൽ എന്തോ ജ്വലിക്കുന്നത് പോലെ. ഇവിടെ വിട്ട ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കനലാണ് കേട്ടോ. കെട്ടുപോയ ഒരു കനലിൻ്റെ കനൽ മനോജിൻ്റെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് പോലെ തോന്നി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്നു ഞാൻ, ഇതാണ് ഇതിൽ തന്നിരിക്കുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും. ഇന്നു ഞാൻ ഡാഷ് കഴിഞ്ഞിട്ട് നീ കൊടുത്തു, ഇന്നും പ്രതിധ്വനിക്കുന്നതൻ നോർമയിൽ. അപ്പം ഈ ഒരു ചാപ്റ്ററിൻ്റെ ഹെഡിങ്ങും അതാണ്. കൂടാതെ പല തവണയായിട്ട് ആ ഒരു കവിതയിൽ ഇത് ആവർത്തിച്ച് വരുന്നുണ്ട് ഈ ഒരു ലൈന്. ഇന്നു ഞാൻ, ഇവിടെ എന്തായിരിക്കും? നാളെ നീ. ഓക്കെ, അപ്പോൾ അതാണ് ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. 3.6 500 വയസ്സുള്ളോരപ്പൂപ്പന്മാരും ഇപ്പോൾ ഡാഷ്, അത് കഴിഞ്ഞിട്ട് ആയിട്ടിരിക്കുന്നോരപ്പൂപ്പൻ അവർക്കുണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ് കൊടുത്തിരിക്കുന്നത്? 500 വയസ്സുള്ളോരപ്പൂപ്പന്മാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? കുഞ്ഞായിട്ടിരിക്കുന്നോരപ്പൂപ്പന്മാരും അവർക്കുണ്ട്. അതാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇവിടെ കുഞ്ഞ് എന്നാണ് കേട്ടോ വരുന്നത്. ഇനി നെക്സ്റ്റ് 3.7 ആണ് വരുന്നത്. ഈശ്വര സ്നേഹം തുടങ്ങേണ്ടുന്ന ഡാഷിൽ നിന്നാണെന്നാണ്. അപ്പോൾ ഈശ്വര സ്നേഹം എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഇത് നമ്മുടെ അയൽപ്പക്കം എന്ന ഉപനിഷത്ത് എന്ന ഇതിൽ വരുന്നതാണ്. ഈശ്വര സ്നേഹം തുടങ്ങേണ്ടത് അയൽപ്പക്കത്ത് നിന്നാണെന്നാണ് ആൻസർ വേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? 3.8 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഗാന്ധിജി ഡാഷ് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ആയിരുന്നു. അപ്പം ഇത് നമ്മുടെ സബർമതി ദൂരെയാണ് എന്ന് പറഞ്ഞതിലാണ്. അത് എവിടെയാണ്? ഇത് വേണു പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് നവഖലിയിൽ എന്നാണ്. ഇത് വായിച്ചവർക്ക് ഇത് മനസ്സിലാവും. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏതെങ്കിലും 5 എണ്ണം തെറ്റോ ശരിയോ എന്ന് രേഖപ്പെടുത്തുക. ഓരോ മാർക്ക് വീതമായിരിക്കും വരുന്നത്. ഇതിൽ ടോട്ടൽ ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് നോക്കാം. ടോട്ടൽ ക്വസ്റ്റ്യൻ 8 ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട് ഈ ഒരു സെക്ഷൻ, 4ാമത്തെ സെക്ഷനിലും. 8 ക്വസ്റ്റ്യനിൽ 5 എണ്ണം മാത്രം തിരഞ്ഞെടുത്താൽ മതി. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? പാശ്ചാത്യ ലോകത്തിൻ്റെ സംസ്കാര പ്രഭാവം ഗ്രീസ് ആണെന്നുള്ളത് സർവ്വവിദിത്തമാണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്നാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇതിലേതാണ്? ഇത് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്